വികസന കുതിപ്പിൻ്റെ പാതയിലാണ് വിഴിഞ്ഞം തുറമുഖം. രണ്ടാം ഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ഇന്ന് ഔദ്യോഗിക തുടക്കമാവുകയാണ്. കേരളത്തിൻ്റെ സ്വപ്ന പദ്ധതിയായ വിഴിഞ്ഞത്തിൻ്റെ വളർച്ചയെ പ്രതീക്ഷയോടെയാണ് സംസ്ഥാനമാകെ ഉറ്റുനോക്കുന്നത്. കമ്മീഷൻ ചെയ്ത് 13 മാസത്തിനുള്ളിൽ നേട്ടങ്ങളുടെ നെറുകയിലെത്താൻ വിഴിഞ്ഞത്തിനായി. സമുദ്രമാർഗമുള്ള വ്യാപാരത്തിൻ്റെയും ചരക്ക് നീക്കത്തിൻ്റെയും അനന്ത സാധ്യതകളാണ് വിഴിഞ്ഞം തുറന്നിട്ടത്. രണ്ടാം ഘട്ട വികസനം കൂടി പൂർത്തിയാകുമ്പോൾ വിഴിഞ്ഞം കേരളത്തിൻ്റെ വികസന ചരിത്രത്തിലെ നിർണായകമായ ഒരേടായി മാറും. ഇന്ന് നമ്മളൊപ്പം ഹലോ മലയാളത്തിൽ അതിഥിയായി ചേരുന്നത് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം മാനേജിംഗ് ഡയറക്ടർ ദിവ്യ എസ് അയ്യരാണ്. ആദ്യം ദിവ്യ എസ് അയ്യരെ സ്വാഗതം ചെയ്യാം ലീഡേഴ്സ് മോർണിംഗിലേക്ക്. ഗുഡ് മോർണിംഗ് ദിവ്യ എസ് അയ്യർ, ഈ ഹലോ മലയാളത്തിലേക്ക് സ്വാഗതം. താങ്ക് യു സോ മച്ച്. ഇൻഡീഡ് ഗുഡ് മോർണിംഗ്. ഞാൻ നേരത്തെ കുറച്ച് മുമ്പ് ഈ വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ രണ്ടാം ഘട്ട നിർമ്മാണോദ്ഘാടനത്തെക്കുറിച്ചൊക്കെയുള്ള വാർത്ത പറയുമ്പോൾ പറയായിരുന്നു, ഈ ജോലിയൊക്കെ ആരംഭിക്കുന്ന ഘട്ടത്തിൽ, അതായത് ഈ മാധ്യമപ്രവർത്തനം ആരംഭിക്കുന്ന ഘട്ടത്തിലൊക്കെ ഈ വിഴിഞ്ഞം തുറമുഖം അവിടെ സാധ്യമാകും എന്നും അവിടെ ധാരാളം കപ്പലുകൾ വരുമെന്നും സിംഗപ്പൂർ പോർട്ട് പോലെ ആകുമെന്നും ഒക്കെയുള്ള ചർച്ചകൾ ഇങ്ങനെ പലരും ആ സമയത്ത് ഇങ്ങനെ നടത്തും. എലിയാസ് ജോണിനെ പോലുള്ളവരൊക്കെ ചർച്ചയ്ക്ക് വരും. ഇങ്ങനെ ചർച്ചകൾ നടക്കും. അപ്പോൾ സത്യത്തിൽ ആ സമയത്തൊന്നും ഞങ്ങളിത് വിശ്വസിച്ചിരുന്നില്ല. ആദ്യഘട്ടത്തിലൊക്കെ പലരും, വലിയൊരു പങ്ക് മാധ്യമപ്രവർത്തകരും വിശ്വസിച്ചിരുന്നില്ല. പിന്നെ പതുക്കെ അത് വിശ്വസിക്കാൻ തുടങ്ങി. അവർക്കൊപ്പം നിൽക്കാൻ നമ്മളെല്ലാവരും ശ്രമിച്ചു. പക്ഷേ ഇപ്പോൾ കാണുമ്പോഴാണ് നമ്മൾ അത്ഭുതത്തോടെ നോക്കി കാണുന്നത്, ഇതൊക്കെ യഥാർത്ഥത്തിൽ സംഭവിക്കുമായിരുന്നതാണ്. അന്നേ അവരൊക്കെ ഇത് മുൻകൂട്ടി കണ്ടു എന്നുള്ളത്, എത്രയോ വിഷണറികളായ ആളുകൾ ഇതിനു പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ട് എന്നുള്ളതൊക്കെ നമ്മളിപ്പോൾ അത്ഭുതത്തോടെ നോക്കിക്കാണുന്നു. ഇപ്പോൾ ആ താക്കോല് ദിവ്യ എസ് അയ്യരുടെ കയ്യിലാണ്. അത് ഗംഭീരമായി മുന്നോട്ട് കൊണ്ടുപോകുന്നു. എന്തായാലും ഈ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ എങ്ങനെയാണ് വിഴിഞ്ഞത്തിൻ്റെ ഇനിയുള്ള യാത്രയെക്കുറിച്ച് പറയാനുള്ളത്? തീർച്ചയായിട്ടും ആ പറഞ്ഞതിനോട് പൂർണ്ണമായി യോജിക്കുന്നു. അവിശ്വസനീയമായ വേഗതയിലുള്ള വികസന പ്രവർത്തനങ്ങൾക്കാണ് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം എന്ന് ചുക്കാൻ പിടിക്കുന്നത്. അസാധ്യം എന്ന് പറഞ്ഞ് പലരും നിരുത്സാഹപ്പെടുത്തിയ, എഴുതി തള്ളിയ കുറേയധികം സ്വപ്നങ്ങളുടെ ഒരു സാക്ഷാത്കാരമാണ് എന്നുകൂടി തീർച്ചയായിട്ടും എടുത്തു പറയേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇപ്പോൾ ആമുഖത്തിൽ സൂചിപ്പിച്ച പോലെ തന്നെ കഴിഞ്ഞ 1 വർഷക്കാലം, 1.5 വർഷക്കാലം എന്ന് പറയുന്നത് വളരെ നിർണായകമായിട്ടുള്ള കുറേ അധികം പ്രവർത്തനങ്ങളുടെ ഒരു അനുഭവമാണ് ഞങ്ങൾക്ക് സമ്മാനിച്ചിട്ടുള്ളത്. അത് കേരള ജനതയ്ക്ക് തീർച്ചയായിട്ടും പുതിയ പ്രതീക്ഷയാണ് നൽകിയിട്ടുള്ളത് എന്നുള്ളതിൽ നമുക്ക് യാതൊരു സംശയമില്ല. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ജൂലൈയിലാണ് ആദ്യത്തെ സാൻ ഫെർണാണ്ടോ എന്നുള്ള കപ്പലിനെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇവിടെ വരവേറ്റതും. അന്നും നിങ്ങളെല്ലാവരും നമ്മോടൊപ്പം ഉണ്ടായിരുന്നു. അപ്പോൾ അതൊരു വളരെയധികം അത്ഭുതത്തോടു കൂടി, ആശ്ചര്യത്തോടു കൂടി നമ്മളെല്ലാവരും അന്ന് നോക്കി നിന്നു, ആദ്യത്തെ മദർ വെസൽ വരുന്നത്. അപ്പോൾ അതിനുശേഷം എനിക്ക് തോന്നുന്നു ഓരോ ദിവസവും ഓരോ പുതിയ കപ്പൽ വരുമ്പോൾ ഓരോരുത്തരും ഇത്രയും വിസ്മയത്തോടു കൂടി തന്നെ നോക്കുമായിരുന്നു. പിന്നെ ഇപ്പോൾ എന്നും കപ്പൽ വരുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ഈ പറഞ്ഞതുപോലെ ഇത് യാഥാർത്ഥ്യമാണ് എന്നുള്ള ഒരു ബോധ്യം തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും നമ്മുടെ കൈകളിൽ തന്നെ ഇപ്പോൾ ഇത്രയും വലിയൊരു വികസന മാതൃകയുണ്ട് എന്നുള്ളതിൻ്റെ ഒരു അഭിമാനം നമുക്ക് എല്ലാവർക്കും ഉണ്ട് എന്നാണ് എൻ്റെ അനുഭവത്തിൽ നിന്നും എനിക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നത്. അപ്പോൾ ഇനി രണ്ടാം ഘട്ട വികസനത്തെ കുറിച്ച് തീർച്ചയായും അതിലേക്ക് തന്നെ പറഞ്ഞു തുടർന്നു. അതെ. അപ്പം നമ്മൾ ആരംഭഘട്ടത്തിൽ കരാർ വെച്ച സമയത്ത് 2045 കൂടിയാണ് വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ സമ്പൂർണ്ണമായിട്ടുള്ള വികസനം പൂർത്തിയാവുക എന്നുള്ള രീതിയിൽ വിഭാവന ചെയ്തിരുന്നതും കരാർ വെച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ 2 വർഷക്കാലത്തിൻ്റെ ഒരു പ്രവർത്തനം അനുസരിച്ച് കരാറുകാരുമായി ഒരു സപ്ലിമെൻ്ററി കരാർ നമ്മൾ ഒപ്പുവെക്കുകയും 2045 വികസന പ്രവർത്തനം 2028 തന്നെ പൂർത്തിയാകും എന്നുള്ള തരത്തിൽ പുതിയ കരാർ വെക്കുകയും നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ കാത്തിരിപ്പില്ലാതെ 17 വർഷം മുൻപോട്ട് നമ്മുടെ വികസന പ്രവർത്തനങ്ങൾ ഇപ്പോൾ നീങ്ങിയിരിക്കുകയാണ്. അതിൻ്റെ തുടർ ഘട്ട വികസന പ്രവർത്തനത്തിൻ്റെ ഉദ്ഘാടനമാണ് ഇപ്പോൾ നമുക്ക് നടക്കുന്നത്. അപ്പോൾ 2, 3, 4 ഘട്ടങ്ങൾ ഒത്തൊരുമിച്ചുകൊണ്ട് വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ സമ്പൂർണ്ണ വികസനത്തിനായിട്ടുള്ള അടുത്ത ഘട്ട നിർമ്മാണോദ്ഘാടനമാണ് ഇന്നിപ്പോൾ നടക്കുന്നത്. അപ്പോൾ അതിൽ ഭൗതികമായിട്ടുള്ള നമ്മുടെ പ്രവൃത്തികളുണ്ട്. അതായത് ഇപ്പോൾ നമുക്ക് 2 വലിയ മദർ വെസലുകൾ ഇവിടെ വന്ന് വളരെ സുഗമമായി നങ്കുരമിടാൻ സാധിക്കുന്നത് നമുക്ക് കാണാം. അപ്പോൾ ഇനി കുറച്ച് ഒരു 2 വർഷം കൂടെ കഴിയുമ്പോൾ
5 കപ്പലുകൾ ഒരുമിച്ച് ഇവിടെ വന്ന് നങ്കൂരമിടുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നമ്മുടെ ബെർത്തിൻ്റെ നീളം 2000 മീറ്റർ ആയിട്ട് മാറും. ഇപ്പോൾ 800 മീറ്ററാണ്. അപ്പോൾ അതുപോലെ തന്നെ പുലിമുട്ട് നമ്മളെല്ലാവരും വളരെയധികം അത്ഭുതത്തോടു കൂടി കണ്ടിട്ടുള്ള ഒരു എഞ്ചിനീയറിംഗ് മാർവലാണ്. അപ്പോൾ അതും ഇനി ഏകദേശം 1 കിലോമീറ്റർ കൂടി പുലിമുട്ടിൻ്റെയും നമ്മുടെ നിർമ്മാണം നടത്തുന്നതായിരിക്കും. ഒപ്പം 2 മൾട്ടിപർപ്പസ് ബെർത്ത് നമുക്കിവിടെ വരും. അതായത് ചരക്ക് കപ്പലുകൾ മാത്രമല്ലാതെ ലിക്വിഡ് കാർഗോ, ബൾക്ക് കാർഗോ, നമ്മുടെ ക്രൂസ് വെസലുകൾ ഉൾപ്പെടെയുള്ള കപ്പലുകൾ നമുക്ക് നമ്മുടെ സ്വന്തം കേരളത്തിലേക്ക്, വിഴിഞ്ഞത്തിലേക്ക് വരവേൽക്കാൻ സാധിക്കും. അങ്ങനെ ഒരുപാട് വികസന പ്രവർത്തനങ്ങൾക്ക് ശരിക്കും ആരംഭം കുറിക്കുന്ന ഒരു ദിവസമാണ് ഇന്ന് എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ്. ഒപ്പം നിലവിൽ നടന്നിട്ടുള്ള പ്രവർത്തനക്ഷമതയുടെ മാറ്റുകൂട്ടുന്ന തരത്തിലുള്ള കുറച്ച് പ്രഖ്യാപനങ്ങളും ഇന്ന് തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും. എല്ലാവരും കാത്തിരിക്കുന്ന നമ്മുടെ കയറ്റുമതി ഇറക്കുമതി, അതായത് ഗേറ്റ്വേ കാർഗോ സംബന്ധിച്ചിട്ടുള്ള ഒരു പ്രഖ്യാപനം കൂടി, അത് ആരംഭിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രഖ്യാപനം കൂടി ആദരണീയനായ മുഖ്യമന്ത്രി ഇന്നത്തെ ചടങ്ങിൽ നടത്തുന്നതായിരിക്കും. തീർച്ചയായിട്ടും. ഇപ്പം ഞാനൊരു ചോദിക്കാൻ കരുതി വെച്ചിരുന്ന 3 ചോദ്യങ്ങൾക്ക് ഉത്തരവായി. അതുകൊണ്ട് ആ ചോദ്യങ്ങളിലേക്ക് ഞാനിപ്പോൾ പോകുന്നില്ല. പിന്നെ ഇതൊരു പബ്ലിക് പ്രൈവറ്റ് പാർട്ടിസിപ്പേഷൻ എന്ന നിലയ്ക്കൊരു മാതൃക. ഇപ്പം സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു വലിയ സ്വകാര്യ കമ്പനി ഈ പോർട്ട് ഏറ്റെടുക്കുന്നു, അങ്ങനെ നടപ്പാക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ കേരളത്തിൻ്റെ ഒരു രീതി വെച്ചിട്ട് സംശയത്തോടെയാണ് എല്ലാ ചർച്ചകളും നീങ്ങിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ ഇതൊരു മാതൃകയായി എത്രത്തോളം വിലയിരുത്താം ഈ പബ്ലിക് പ്രൈവറ്റ് പാർട്ടിസിപ്പേഷൻ എന്ന നിലയ്ക്ക് ഇത് മുന്നോട്ട് പോകുമ്പോൾ? അതുകൊണ്ടുണ്ടാകാവുന്ന ഏതെങ്കിലുമൊക്കെ തരത്തിലുള്ള ആശങ്കകൾ സംസ്ഥാനത്തിന് ഈ ഘട്ടത്തിലുണ്ടോ? മറ്റൊന്ന്, ഈ 2ാം ഘട്ടം എന്ന് പറയുമ്പോൾ അതുകൊണ്ട് പൂർണ്ണമായിട്ടും അദാനി പോർട്സിൻ്റെ കയ്യിലാണ് അതിൻ്റെ വർക്കുമായി ബന്ധപ്പെട്ടുള്ള മറ്റു കാര്യങ്ങൾ, അതിൻ്റെ ഇൻവെസ്റ്റ്മെൻ്റ് എല്ലാം. അപ്പോൾ അത് വേഗത്തിൽ നീങ്ങും എന്നുള്ള പ്രതീക്ഷയുണ്ടോ? അതെ, നമ്മൾ ആരംഭഘട്ടത്തിൽ ഇത് കരാർ വെച്ച സമയം മുതൽ ഇന്ന് വരെയുള്ള നമ്മുടെ അനുഭവങ്ങളെല്ലാം അധിഷ്ഠിതമാക്കി തന്നെയാണ്. അതിൽ നേരിട്ടിട്ടുള്ള വെല്ലുവിളികൾ എന്തൊക്കെയാണ്, നിയമപ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, അതുപോലെ മറ്റ് ചില പ്രതിസന്ധികൾ ഉണ്ടായിരുന്നു നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ. അപ്പോൾ അത്തരത്തിലുള്ള ഓരോ പ്രതിസന്ധിയിലൂടെയും കടന്നു പോയതിന് ശേഷമാണ്, നീണ്ട വളരെ അഗാധമായിട്ടുള്ള ചർച്ചകൾക്കും ശേഷമാണ്, നിയമോപദേശം എല്ലാം എടുത്തതിന് ശേഷമാണ് നമ്മൾ ആർബിട്രേഷൻ എന്നുള്ള ഒരു വലിയ തടസ്സം നീക്കി അത് മറികടന്ന് നമ്മൾ പുതിയൊരു സപ്ലിമെൻ്ററി കരാർ ഒപ്പുവെക്കുന്നത്. അപ്പോൾ സപ്ലിമെൻ്ററി കരാറിൽ യഥാർത്ഥത്തിൽ എങ്ങനെയാണ് ഒരു PPP മാതൃക ഏറ്റവും പ്രധാനമായും അതുപോലെ തന്നെ ഏറ്റവും ജനകീയമായിട്ടുമുള്ള രീതിയിൽ നമ്മൾ വെക്കേണ്ടത് എന്നുള്ളത് വളരെ നന്നായി പഠിച്ചാണ് നമ്മൾ സപ്ലിമെൻ്ററി കരാർ വെച്ചിട്ടുള്ളതും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിവിടെ നേരത്തെ സൂചിപ്പിച്ച പോലെ നമുക്ക് 17 വർഷം മുൻപോട്ട് വികസനം കൊണ്ടുവരാൻ സാധിച്ചു എന്ന് മാത്രമല്ല, യാതൊരു തരത്തിലും നമുക്ക് സർക്കാരിനും ഒപ്പം നമ്മുടെ സംസ്ഥാന സർക്കാരിനും കേരള ജനതയ്ക്കും ഒക്കെ തീർച്ചയായിട്ടും ഏറ്റവും മികച്ച രീതിയിലുള്ള നേട്ടങ്ങൾ സമ്മാനിക്കുന്ന തരത്തിലുള്ള ഒരു കരാറാണ് നമ്മൾ വെച്ചിട്ടുള്ളത്. സാമ്പത്തികമായിട്ടായാലും സമയത്തിൻ്റെ കാര്യത്തിലായാലും വികസനത്തിൻ്റെ ഫലമായാലും എല്ലാം പരിണത ഫലം നോക്കുമ്പോൾ തീർച്ചയായിട്ടും കേരളത്തിന് ഉതകുന്ന തരത്തിലുള്ള ജനകീയമായിട്ടുള്ള ജനസൗഹാർദ്ദമായിട്ടുള്ള ഒരു കരാറാണ് നമ്മൾ വെച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഇന്ത്യയിൽ തന്നെ വളരെ നവീനമായിട്ടുള്ള ഒരു PPP മാതൃകയായിട്ടാണ് ഇപ്പോൾ എല്ലായിടത്തും തീർച്ചയായിട്ടും അതിനെ പഠിക്കുന്നത്. നമ്മൾ ദേശീയ തലത്തിൽ പോയാലും ഈ ഒരു മാതൃക എന്ന് പറയുന്നത് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത്രയും അധികം, ഇപ്പോൾ 1ാം ഘട്ടത്തിൽ നമ്മൾ സംസ്ഥാന സർക്കാർ ഇത്രയധികം നിക്ഷേപം ഇതിൽ നടത്തിയിട്ടുണ്ട്. ഏകദേശം 5500 കോടിയോളം രൂപയാണ് സംസ്ഥാന സർക്കാർ തുറമുഖത്തിനും അതിനനുബന്ധമായിട്ടുള്ള വികസന പ്രവർത്തികൾക്കും വേണ്ടി ഇപ്പോൾ നിക്ഷേപിച്ചിട്ടുള്ളത്. 2ാം ഘട്ടത്തിൽ 10,000 കോടി രൂപയിലേറെ നമുക്ക് 3 വർഷത്തിനുള്ളിൽ സ്വകാര്യ നിക്ഷേപം നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുവരാനും സാധിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു ആരംഭമാണ് ഇന്നിവിടെ കുറിക്കാൻ പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അത് എത്രമാത്രം പരിഗണനയാണ് സംസ്ഥാന സർക്കാർ അതിന് നൽകുന്നതെന്നുള്ളതും ഒപ്പം നമ്മുടെ ഒരു നിക്ഷേപ അന്തരീക്ഷത്തെ എത്രമാത്രമാണ് സ്വാധീനിക്കാൻ പോകുന്നത് എന്നുള്ളതും നമുക്ക് ഒന്ന് ഊഹിക്കാവുന്നതേ ഉള്ളൂ. തീർച്ചയായും ഒരു ഡീപ്പ് വാട്ടർ ട്രാൻസ്ഷിപ്മെൻറ്റ് ഹബ്ബ് എന്നുള്ള നിലയ്ക്ക് വലിയ കപ്പലുകൾ വരുന്നു പോകുന്നു എന്നുള്ളതൊഴിച്ചാൽ ഇവിടെ സാധാരണക്കാരന് ഈ നാട്ടിലുള്ളവർക്ക് എന്ത് നേട്ടം എന്ന മട്ടിൽ ധാരാളം ചോദ്യം നമ്മൾ ഇതിനിടയ്ക്ക് കേട്ടതാണ്. അപ്പോൾ ആ ചോദ്യത്തിന് ഉത്തരം വരുന്ന ദിവസങ്ങളിലും ഇനിയുള്ള വികസന പദ്ധതികളുടെ ഭാഗമായും ഒക്കെ ഉണ്ടാകുമോ? തീർച്ചയായിട്ടും ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഒരു കാര്യം അതായിരുന്നു.
നമ്മൾ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിൻ്റെ ഏറ്റവും അന്യോന്യമായിട്ടുള്ള സവിശേഷതകൾ എന്താണ്, നമ്മുടെ കാര്യക്ഷമത എന്താണ്, നമ്മൾ USP എന്നുള്ള ഒരു വാക്ക് പറയുമല്ലോ. അപ്പോൾ നമ്മുടെ കാര്യക്ഷമത എന്താണ് എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് ഇന്ന് ആഗോള മാരിടൈം ഭൂപടത്തിൽ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം ഇന്ത്യയുടെ സുശക്തമായ ഒരു സാന്നിധ്യം തെളിയിക്കുന്നു എന്നുണ്ടെങ്കിൽ നമ്മളെടുത്ത ആ തീരുമാനം തന്നെയാണ് എന്ന് ഞാൻ ഉറപ്പിച്ചു പറയും. കാരണം ഭാരതത്തിൽ 75% ട്രാൻസ്ഷിപ്മെൻറ്റും അന്യരാജ്യങ്ങളിലെ തുറമുഖങ്ങളിലൂടെയാണ് ഇതുവരെ നടന്നുകൊണ്ടിരുന്നത്. അത് നമുക്ക് വിഴിഞ്ഞത്തിലേക്ക് ആകർഷിക്കാൻ സാധിക്കുന്നു എന്നുള്ളതും നമ്മുടെ ഏറ്റവും മികവാർന്ന സേവനങ്ങൾ കൊണ്ട് ആഗോള തരത്തിലുള്ള എല്ലാ ഷിപ്പിംഗ് ലൈൻസുമായി നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ സേവനം അത്രയധികം ആകർഷണീയമാക്കാൻ സാധിച്ചു എന്നുള്ളതും കൊണ്ട് തന്നെ ഈ പറഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ നമുക്ക് സൗത്ത് ഏഷ്യയിൽ തന്നെ ഏറ്റവും മികച്ച പെർഫോമൻസ് പ്രകടനം കാഴ്ചവെക്കുന്ന തുറമുഖമായി നമുക്കിന്ന് മാറാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ട്രാൻസ്ഷിപ്മെൻറ്റ് എന്നുള്ളത് ഉറപ്പായും നമ്മുടെ ഒരു വലിയൊരു ശക്തിയാണ്. അത് ആദ്യം നമ്മൾ മുന്നോട്ട് വെച്ചു, നമ്മുടെ സ്ഥാനം ഉറപ്പിച്ചു. അതിനുശേഷം അടുത്ത പടിയായി നമ്മൾ ഇപ്പോൾ കയറ്റുമതി ഇറക്കുമതി ആരംഭിക്കാൻ പോവുകയാണ്. ഞാനതാണ് പറഞ്ഞത്, അതിൻ്റെ പ്രഖ്യാപനം ഇന്ന് വൈകുന്നേരം ആദരണീയനായ മുഖ്യമന്ത്രി നടത്തുന്നതായിരിക്കും. അത് നടക്കുന്നതോടുകൂടി നമുക്ക് കയറ്റുമതി ഇറക്കുമതി ഇവിടെ ആരംഭിക്കുന്നതോടുകൂടി മറ്റ് മൂല്യാധിഷ്ഠിത സേവനങ്ങളും അതിനോടൊപ്പം തന്നെ നടക്കും. തുടർ പ്രവർത്തനങ്ങൾ എന്നുള്ള നിലയിൽ നമുക്ക് റെയിൽ കണക്ടിവിറ്റി, അതുപോലെ തന്നെ റോഡ് കണക്ടിവിറ്റി, നമ്മുടെ ഫിഷിംഗ് ഹാർബറിൻ്റെ നിർമ്മാണം, ഒപ്പം അനുബന്ധമായിട്ടുള്ള വ്യവസായവൽക്കരണം, അതായത് തുറമുഖ അധിഷ്ഠിത വ്യവസായവൽക്കരണം, ഇത്തരത്തിലുള്ള പ്രവൃത്തികളെല്ലാം ഓരോന്നായി നടക്കാൻ ഇരിക്കുകയാണ്. അതിൻ്റെ എല്ലാം അണിയറയിലുള്ള പ്രവർത്തനങ്ങളിൽ ഞങ്ങളെല്ലാവരും വ്യാപൃതരാണ്. അപ്പോൾ എല്ലാത്തിൻ്റെയും ഫലം നമുക്ക് ഒറ്റ ദിവസം ഒരുമിച്ച് കാണാൻ പറ്റില്ല, പക്ഷേ തുടർ ഘട്ടങ്ങളായി തീർച്ചയായിട്ടും ആ ഫലങ്ങളെല്ലാം ഉണ്ടായിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മളിത് അങ്ങനെ ഒറ്റയടിക്ക് പെട്ടെന്ന് ഇത് കാണാൻ കഴിയില്ല എന്ന് പറയുന്നത് ഒരു കഴിഞ്ഞ 10-25 വർഷം ഇത് തുടർച്ചയായി നമ്മൾ ഇങ്ങനെ കാണുന്നുണ്ട്. ഇതിൻ്റെ ചർച്ചകൾ മുതൽ, അതിൻ്റെ ഒരു ആലോചനകൾ മുതൽ, അതിൻ്റെ ചർച്ചകൾ മുതൽ, സമരങ്ങൾ മുതൽ എല്ലാം ഇങ്ങനെ കണ്ടു പോകുന്നത് കൊണ്ട് അതിൻ്റെ ആ വളർച്ച ഇങ്ങനെ കാണുമ്പം വലിയ സന്തോഷം തോന്നും. ഇപ്പോൾ ഇതിൻ്റെ ഒരു പൂർണ്ണ രൂപത്തിലുള്ള പ്രവർത്തനം അത് 2045 ആകും എന്നായിരുന്നല്ലോ ആദ്യം വിലയിരുത്തുന്നത്. പക്ഷേ അതിനൊക്കെ വളരെ മുമ്പ് തന്നെ പൂർണ്ണാർത്ഥത്തിൽ പ്രവർത്തിക്കാൻ കഴിയും എന്നിപ്പോൾ പറഞ്ഞു കേൾക്കുന്നുണ്ട്. 10-17 വർഷം മുമ്പേ ആ നിലയ്ക്ക് പൂർണ്ണാർത്ഥത്തിൽ പ്രവർത്തിക്കാൻ കഴിയുമെന്ന്. അത് സാധ്യമാകുമോ? അതെ, ഞാൻ ആദ്യം വിശദീകരിച്ച സപ്ലിമെൻ്ററി കരാർ അനുസരിച്ച് നമ്മൾ 2045 പൂർത്തീകരിക്കേണ്ടിയിരുന്ന എല്ലാ വികസന പ്രവർത്തനങ്ങളും 2028 തന്നെ നമ്മൾ പൂർത്തീകരിക്കും. അതായത് അതിൻ്റെ തുറമുഖത്തിൻ്റെ ഭൗതികമായിട്ടുള്ള കാര്യക്ഷമതയുടെ വികസന പ്രവർത്തനങ്ങൾ, തുറമുഖ സംവിധാനങ്ങളുടെ വികസന പ്രവർത്തനങ്ങളെല്ലാം പൂർത്തിയാക്കും എന്നുള്ളത് മാത്രമല്ല, അതിൻ്റെ ഓപ്പറേഷണൽ ആസ്പെക്റ്റ് എന്ന് നമ്മൾ നോക്കുമ്പോൾ, അതായത് ഇപ്പോൾ ഉള്ള ക്രെയിനുകളെക്കാളും ഏകദേശം ഇരട്ടി ക്രെയിനുകളും നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരുന്നതായിരിക്കും. ഒപ്പം നമ്മുടെ പ്രവർത്തന മികവ് എന്നുള്ളത് വർദ്ധിപ്പിച്ചുകൊണ്ട് നമ്മൾ ആദ്യത്തെ ഒരു വർഷത്തിൽ ശരിക്കും 1 മില്യൺ TEUs എന്നുള്ളതായിരുന്നു നമ്മൾ ലക്ഷ്യമിട്ടിരുന്നത്. പക്ഷേ ആ 1 മില്യൺ TEUs നമുക്ക് 10 മാസത്തിൽ തന്നെ കൈവരിക്കാനായിട്ട് സാധിച്ചു. 12 മാസം പോലും നമുക്ക് കാത്തിരിക്കേണ്ടി വന്നില്ല. നമ്മൾ ഒരു വർഷം വാണിജ്യാടിസ്ഥാനത്തിൽ പ്രവർത്തനം പൂർത്തീകരിക്കുമ്പോൾ നമുക്ക് 1.5 മില്യൺ TEUs ആണ് നമ്മളിപ്പോൾ കൈക്കലാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇത് തന്നെ യഥാർത്ഥത്തിൽ 2045 ആകുമ്പോഴും നമ്മൾ ഏകദേശം ഇതിനെ 3 ഇരട്ടിയാക്കുമെന്നായിരുന്നു ആരംഭഘട്ടത്തിൽ ചിന്തിച്ചിരുന്നത്. അന്ന് വിഭാവന ചെയ്തിരുന്നത് അങ്ങനെയായിരുന്നു. പക്ഷേ ഇപ്പോൾ 2028 നമ്മൾ വികസന പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കുമ്പോൾ 1 മില്യൺ എന്നുള്ളത് 3 മില്യൺ അല്ല ആകാൻ പോകുന്നത്, 5.7 മില്യൺ TEUs ആണ് ആകാൻ പോകുന്നത്. അപ്പോൾ 5 തവണയാണ്, 5 ഇരട്ടിയാണ് നമ്മുടെ ആ കാര്യശേഷി വർദ്ധിപ്പിക്കാൻ പോകുന്നത് നമ്മുടെ പ്രവർത്തന മികവിൻ്റെ കാര്യത്തിലും. അപ്പോൾ ഭൗതിക സൗകര്യങ്ങളായാലും അനുബന്ധമായിട്ടുള്ള വ്യവസായവൽക്കരണമായാലും നമ്മുടെ പ്രവർത്തന മികവായാലും ഇതെല്ലാം തന്നെ തീർച്ചയായിട്ടും സാമ്പത്തികമായിട്ടും ഒപ്പം ജനകീയമായിട്ടും ക്ഷേമപരമായിട്ടുമുള്ള മറ്റു പ്രവർത്തികളായി പ്രതിഫലിക്കുന്നതായിരിക്കും എന്നുള്ളത് നമ്മളിപ്പോൾ തന്നെ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. അത് വരും വർഷങ്ങളിൽ കൂടുതൽ തെളിമയാർന്ന രീതിയിൽ കാണാൻ സാധിക്കും. തീർച്ചയായും ആദ്യം മുതൽ നേരത്തെ സൂചിപ്പിച്ചതാണെങ്കിൽ പോലും ഈ ആദ്യം മുതൽ ഏറ്റവും വലിയ ആശങ്കയായിരുന്നതും നിരന്തരം ചർച്ചയായിരുന്നതും ഇപ്പോഴും ചർച്ചയായി നിലനിൽക്കുന്നതുമായ സംഗതി ഇത് പാരിസ്ഥിതികമായി ഉണ്ടാക്കുന്ന ആഘാതം സംബന്ധിച്ചുള്ളതാണ്. ഇപ്പോൾ നമുക്കറിയാം, ശംഖുമുഖം ഒക്കെ ഒരു ഘട്ടത്തിൽ കടലെടുക്കുന്ന സാഹചര്യം വരെ ഉണ്ടായിരുന്നു. അതിൻ്റെയൊക്കെ കാരണം വിഴിഞ്ഞമാണ് എന്നുള്ള വിലയിരുത്തൽ വന്നു, ആ നിലയ്ക്കുള്ള ചർച്ചകൾ വന്നു, ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആ തുറമുഖ പദ്ധതിയുടെ ഭാഗമായി തന്നെ ഇതിനെയൊക്കെ പ്രതിരോധിക്കാൻ തക്കവണ്ണമുള്ള ഇടപെടൽ കൂടി വേണമല്ലോ. ആ കാര്യം ഇനി അങ്ങോട്ട് കൂടുതൽ കാര്യക്ഷമമായി നടക്കുമോ?
അതെ, പാരിസ്ഥിതികമായിട്ടും ഏറ്റവും സൗഹാർദ്ദപരമായിട്ടുള്ള രീതിയിൽ ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് ഓരോ ഘട്ടത്തിലും നമ്മൾ നടത്തി വരുന്നത്. തുറമുഖത്തിൻ്റെ വികസന പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്ന സമയം മുതൽ, അതായത് നിർമ്മാണ പ്രവർത്തനം ആരംഭിക്കുന്ന സമയം മുതൽ തന്നെ അതിന് ആവശ്യമായിട്ടുള്ള എല്ലാ അനുമതികളും മാനദണ്ഡങ്ങളും പാലിച്ചാണ് നമ്മൾ പ്രവർത്തനം നടത്തുന്നത്. ഒപ്പം ഈ സൂചിപ്പിച്ചതുപോലെ തന്നെ കുറേ അധികം നമുക്ക് അത്തരത്തിലുള്ള ആശങ്കകൾ ഉണ്ടായിരുന്നത് കൊണ്ട് പ്രത്യേകമായിട്ടുള്ള ഒരു സമിതി സംസ്ഥാന സർക്കാരും അതിനായി രൂപീകരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുടാരി കമ്മിറ്റിയുടെ റിപ്പോർട്ട് നമ്മൾ സർക്കാരിന് നൽകിയിട്ടുണ്ട്. അപ്പോൾ വളരെ വ്യക്തമായി അതിൽ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് മാത്രം കിടക്കുന്ന യാതൊരു തരത്തിലുള്ള പാർശ്വഫലങ്ങളും ഉണ്ടായിട്ടില്ല എന്നുള്ളത് നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ട്. അതിനോടൊപ്പം കാരണം ഇതൊരു തുടർ പ്രക്രിയയാണ്, ഒരു തവണ നടന്ന് ചെയ്തു തീർക്കുന്ന ഒരു സംഭവമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ പാരിസ്ഥിതിക പ്രശ്നങ്ങളായാലും അത്തരത്തിലുള്ള ആഘാതമായാലും തുടർന്നും സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് നമ്മൾ നിരീക്ഷിച്ചുകൊണ്ടേ ഇരിക്കണം. ആ പ്രവൃത്തി വളരെ ഭംഗിയായി നമ്മൾ നടത്തുന്നുമുണ്ട്. കാരണം NGTയുടെ നാഷണൽ ഗ്രീൻ ട്രൈബ്യൂണലിൻ്റെ അപ്പോയിൻറ്റ് ചെയ്ത ഒരു സമിതി, പ്രഗത്ഭരുടെ ഒരു സമിതി ഓരോ 6 മാസവും തുറമുഖം സന്ദർശിക്കുകയും നമ്മളുമായി ചർച്ചകൾ നടത്തുകയും ഇവിടെയുള്ള ഓരോ മാസവും യഥാർത്ഥത്തിൽ കടലിലെ ലായനിയുടെ അംശം പോലും നമ്മൾ അളന്ന് ഓരോ മാസവും നമുക്ക് റിപ്പോർട്ടുകൾ വരാറുണ്ട്. ലാബിൽ പോയി ടെസ്റ്റ് ചെയ്ത് അതിൽ എത്രയാണ് ഉപ്പുള്ളത് എന്നുള്ളത് വരെയുള്ള അത്ര സൂക്ഷ്മമായിട്ടുള്ള പരിശോധനകൾ നമ്മൾ നടത്തുന്നുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് പാരിസ്ഥിതികമായി ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രയാസം ഉണ്ടാക്കുന്നുണ്ടോ, ഒരു ആഘാതം ഉണ്ടാക്കുന്നുണ്ടോ എന്നുള്ളത് നോക്കി അതിന് ബദൽ സംവിധാനം എങ്ങനെയാണ് ഒരുക്കേണ്ടത് എന്നുള്ളതും ഇതിനോടൊപ്പം തന്നെ സമാന്തരമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ അതൊരു തുടർ പ്രക്രിയയാണ്. അപ്പോൾ തീർച്ചയായിട്ടും അതിന് ഏറ്റവും അധികം പ്രാധാന്യം നൽകിക്കൊണ്ട് തന്നെയാണ് നമ്മൾ വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നത്. തീർച്ചയായും. എന്തായാലും അവിടെ ഈ മത്സരക്ഷമത എന്നത് എത്രത്തോളം വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ കാര്യത്തിൽ ബാധകമാണ് എന്നുള്ള ചോദ്യം. കാരണം ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡീപ്പ് വാട്ടർ ഹബ്ബായി മാറും അത് എന്നുള്ളത് കൊണ്ട് തന്നെ ആ നിലയ്ക്ക് ഒരു മത്സരം ഏത് പോർട്ടുമായിട്ടാണ് ഇനി അങ്ങ് ഉണ്ടാവുക എന്നുള്ള സംശയമുണ്ട്. നേരത്തെ ഇതേക്കുറിച്ചുള്ള ആലോചനകളൊക്കെ വന്ന ഘട്ടത്തിൽ പല തുറമുഖങ്ങളെയും ചൂണ്ടിക്കാട്ടി ഈ വിഴിഞ്ഞം മത്സരിക്കാൻ പോകുന്ന തുറമുഖങ്ങൾ എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. ഇപ്പോൾ ചെന്നൈ അടക്കം ആ നിലയ്ക്ക് നോക്കിയാൽ. പക്ഷേ അങ്ങനെയുള്ള ഒരു മത്സരത്തിൻ്റെ തലത്തിനപ്പുറത്തേക്ക് വിഴിഞ്ഞം വളർന്നു കഴിഞ്ഞോ? തീർച്ചയായിട്ടും. ഇന്ന് ഇന്ത്യയിൽ ആഗോള മാരിടൈം ഭൂപടത്തിൽ ഇന്ത്യയുടെ മുഖമായി ഇന്ന് നമുക്ക് വിളങ്ങാൻ സാധിക്കുന്നുണ്ട് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം. അതിൻ്റെ ഏറ്റവും മികവാർന്ന പ്രവൃത്തികളിലൂടെ എന്നുള്ളത് അഭിമാന പുരസ്സരം നമുക്ക് എല്ലാവർക്കും പറയാൻ സാധിക്കും. ഒപ്പം ഇനി വരും കാലഘട്ടങ്ങളിൽ ഈ പറഞ്ഞ മത്സരക്ഷമത എന്നുള്ളത് തീർച്ചയായിട്ടും വർദ്ധിക്കുകയേ ഉള്ളൂ എന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. അത് നമ്മൾ മറ്റേതൊരു തുറമുഖവുമായിട്ടും മത്സരിക്കുന്നു എന്നുള്ളതല്ല. അതിൻ്റെ അർത്ഥം നമ്മളോട് തന്നെയാണ് മത്സരിക്കുന്നത്. ഇന്നലെ കാഴ്ചവെച്ച പ്രവർത്തനത്തെക്കാൾ കൂടുതൽ കാര്യക്ഷമതയോടുകൂടി കൂടുതൽ മികവാർന്ന സേവനം നാളെ നൽകാൻ കഴിയും എന്നുള്ള ഒരു ഉറപ്പുണ്ട്. അതിനുള്ള അധ്വാനമുണ്ട്, അതിനുള്ള ഒരു നിശ്ചയദാർഢ്യമുണ്ട് ഈ ഒരു ടീമിന് എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ഉറപ്പ് ഞങ്ങൾക്ക്. ഒപ്പം എനിക്ക് തോന്നുന്നത് നമ്മൾ ഈ ആഗോള മാരിടൈം ഭൂപടം എന്ന് പറയുമ്പോൾ, ഇപ്പോൾ ഗ്ലോബൽ മാരിടൈം മാപ്പ് എന്ന് നമ്മൾ പറയുമ്പോൾ, അല്ലെങ്കിൽ സമുദ്രാധിഷ്ഠിത ചരക്ക് വ്യവസായം എന്ന് നമ്മൾ പറയുമ്പോൾ, അതിൽ ഒരു തുറമുഖമോ അല്ലെങ്കിൽ ഇനി ഒരു തുറമുഖം കൂടി വന്നാലോ നമ്മുടെ ഈ പറയുന്ന വാണിജ്യ മേന്മ നഷ്ടപ്പെടുമെന്നോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു എക്സിസ്റ്റൻഷ്യൽ ഒരു ക്രൈസിസ് എന്ന് പറയുന്നത് നമുക്ക് ശരിക്കും ഇല്ല. കാരണം അത്രയധികം അവസരങ്ങൾ, അനന്തമായിട്ടുള്ള അവസരങ്ങൾ ഈ ഒരു മേഖലയിൽ ഉണ്ട് എന്നുള്ളത് നമ്മൾ ഓരോ ദിവസവും തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഓരോ ദിവസവും ഇങ്ങോട്ട് വരാനായിട്ട് കപ്പലുകളായാലും അതുപോലെ തന്നെ ചരക്കായാലും ഏത് രാജ്യത്തിൽ നിന്നും, ഇപ്പം ചരക്ക് കപ്പലുകൾ പോകുന്ന എല്ലാ രാജ്യങ്ങളിലേക്കും ഇതിനോടകം വിഴിഞ്ഞം തുറമുഖത്തിലൂടെ ചരക്ക് പോയിട്ടുണ്ട്. യൂറോപ്പിൽ നിന്നും ചൈന വരെയും ആഫ്രിക്കയിൽ നിന്നും ശ്രീലങ്ക വരെയുള്ള എല്ലാ ഭൂഖണ്ഡങ്ങളിലും പോയിട്ടുണ്ട് എന്നുള്ളതാണ് എടുത്തു പറയേണ്ടുന്നത്. അപ്പോൾ അത്രയധികം നമുക്ക് സാധ്യതകളുള്ള ഒരു മേഖലയാണ് എന്ന് കൂടി പറയാൻ ആഗ്രഹിക്കുക. റൈറ്റ്. എന്തായാലും ഇത് ഒരു കാലത്തിൻ്റെ അടയാളപ്പെടുത്തൽ കൂടിയാണല്ലോ. ആ നിലയ്ക്ക് തന്നെ വേണം കണക്കാക്കാൻ. വളരെ നന്ദി. ഹലോ മലയാളത്തിൽ വന്ന് ഇത്രയും വിശദമായി, ഇത് 2ാം ഘട്ട ഉദ്ഘാടനം നടക്കാനിരിക്കുന്ന സമയത്ത് ഇത്രയും വിശദമായി കാര്യങ്ങളെല്ലാം പ്രേക്ഷകരോട് പങ്കുവച്ചതിന് നന്ദി. തുറമുഖം വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിൻ്റെ മാനേജിംഗ് ഡയറക്ടറായ ദിവ്യ എസ് അയ്യരായിരുന്നു ഇപ്പോൾ നമ്മോടൊപ്പം പങ്കെടുത്തത്. താങ്ക് യു വൺസ് അഗെയിൻ.